എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധിയും ഷഫീന ബീവിയും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഷഫീന ബീവി പുതിയൊരു വീഡിയോ പങ്കുവയ്ക്കുകയും അതിൽ ജാതി സഹിതം പറഞ്ഞുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായി എന്ന് തോന്നുന്നു. അതിനെതിരെയാണ് തോന്നുന്നു പ്രതികരിച്ച് ഇപ്പോൾ രേണു സുധി രംഗത്ത് വന്നിരിക്കുന്നത്. ഷഫീന ബീവി പങ്കുവച്ച വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഷഫീന ബീവിയുടെ ക്യാരക്ടറിന് എല്ലാ വീഡിയോസിലും പറയുന്നത് അങ്ങനെ സംസാരിക്കുന്നൊരു പുള്ളിക്കാരിയാണ്. ഇപ്പം നമ്മൾക്കെതിരെയാണെങ്കിൽ പോലും നമ്മളെ നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ വേറെ രീതിയിൽ ബാഡ് വേർഡ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും സ്വാഭാവികമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഷഫീന ബീവിക്ക് തന്നെ അറിയാം ഇവൾ പ്രതികരിച്ച് വീഡിയോ ഇടുക തന്നെ ചെയ്യുമെന്നറിയാം. അതിനുവേണ്ടി ആയിരിക്കണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെതിരെ രേണു സുധി വീഡിയോ പങ്കുവെക്കുന്നത് കൊണ്ട് അതിൻ്റെ മറുപടിയായിട്ടായിരിക്കാം വീണ്ടും വീഡിയോ. അപ്പം ഇവരിങ്ങനെ വീഡിയോ ഇട്ട് എവിടെ ചെന്ന് തീരും ഇവരുടെ പ്രശ്നമെന്ന് നമുക്കറിയില്ല. ഒരു വിധത്തിൽ രേണു സുധിയുടെ വഴിക്ക് വിടാനുള്ളതേ ഉള്ളൂ അല്ലേ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ ഇറങ്ങാതിരിക്കുകയോ വീട്ടിൽ താമസിക്കുകയോ അതൊന്നും ഷഫീന ബീവിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ അതിൽ കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് രേണു സുധി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് തന്നെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് വെക്കാൻ മേലെ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോസ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിനക്ക് അടക്കമായില്ലേടി? നീ വീണ്ടും എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞാണ്. എടി, എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി, ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുധിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസുധി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാർ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ.